അടുത്തതായിട്ട് വരക്കാൻ പോകുന്നത് ഒരു ഫ്ലവറാണ്. അതിനായിട്ട് ഒരു ചിറകിൻ്റെ പോലത്തെ ഷേപ്പ് വന്ന പോലത്തെ ഒരു ഷേപ്പ് വരക്കാം. അതേപോലത്തെ ഷേപ്പ് തന്നെ അപ്പുറത്തെ സൈഡിലും വരച്ചു കൊടുക്കാം. ഇത് ഫ്ലവറിൻ്റെ അകത്ത് തന്നെ പെറ്റലാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു റാ ഷേപ്പിൽ വരച്ചു കൊടുക്കുക, ഒരു ആർച്ച് പോലെ. അതിനുശേഷം അതിൻ്റെ പുറത്ത് ഹംസില്ലേ, അത് ചെറുതാക്കി വരച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് ലോട്ടസിൻ്റെയൊക്കെ പെറ്റൽസില്ലേ, അതേപോലത്തെ തന്നെ പെറ്റൽസ് വരച്ചു കൊടുക്കാം. മുകളിലത്തേത് ഒരു കുനിച്ച് വരച്ചെങ്കിൽ താഴത്തേത് ഒന്ന് റൗണ്ട് ചെയ്ത് വരക്കുക. അതിൻ്റെ താഴെ ഒന്ന് കുനിച്ച് ആ പെറ്റലിൻ്റെ തുമ്പൊന്ന് ഷാർപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ പുറത്ത് വരക്കണ പെറ്റൽസ് വീഡിയോയിൽ കാണുന്നത് പോലെ ശ്രദ്ധിക്കുക. ആ പെറ്റൽസിൻ്റെ ഓരോ തുമ്പ് ഭാഗവും പല ഷേപ്പാണ്. ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, പല ഇതിലാണ് ഇരിക്കുന്നത്. ചിലത് ഇങ്ങനെ റാ പോലെ വരും, ചിലത് കുറച്ച് വലുതും കുറച്ച് ചെറുതൊക്കെ ആയിരിക്കും. അതേപോലെ വരച്ചു കൊടുക്കാം. അതിനുശേഷം ഓരോ പെറ്റൽസിൻ്റെ അകത്തും ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് സ്ട്രോക്ക് ഷെയ്ഡിങ് ആണ് ഇവിടെ ചെയ്യുന്നത്. എന്നുവെച്ചാൽ പേസ്റ്റ് ഒരുപാട് വരുത്താണ്ട് വെറുതെ ഇങ്ങനെ നീളത്തിൽ കുറച്ച് വെച്ചിട്ട് പ്രഷർ കൊടുത്തിട്ട് വരക്കണത്. അതാണ് സ്ട്രോക്ക് ഷെയ്ഡിങ് എന്ന് പറയുന്നത്. മെഹന്തി കോണിൻ്റെ അകത്തുനിന്ന് വളരെ ലൈറ്റായിട്ടാണ് പേസ്റ്റ് പുറത്തേക്ക് എടുക്കുന്നത്. ആ പുറത്തേക്ക് എടുത്ത ആ ഒരു പേസ്റ്റിനെ നമ്മൾ വലിച്ച് നീട്ടണത്. അല്ലാണ്ട് വലിച്ച് നീട്ടുന്നതിനനുസരിച്ച് പേസ്റ്റ് കൊടുക്കൂല. അപ്പോൾ അതൊരു ലൈനായിട്ടാണ് അവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഷെയ്ഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ എല്ലാ പെറ്റൽസിൻ്റെ അകത്തും ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. ഇത് കുറച്ച് വലിയ ഫ്ലവറാണ്. കണ്ട, ഇതേപോലെ കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലൈനായിട്ട് കൊടുക്കണമെങ്കിൽ അവിടെ ലൈനായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേസ്റ്റ് വരുത്തിയിട്ട് അതിനെ നീളത്തിൽ നമ്മൾ വരച്ചു കൊടുക്കുക. വന്ന പേസ്റ്റിനെ തന്നെ നമ്മൾ അങ്ങോട്ട് നീട്ടി വരച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഷെയ്ഡിങ്ങിൽ ചെയ്യേണ്ടത്. ഇനി പെറ്റൽസിൻ്റെ അകത്ത് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് വരച്ച ചെറിയ പെറ്റൽസില്ലേ, അതിൻ്റെ അകത്തും ഇതേപോലെ ഈ സ്ട്രോക്ക് ഷെയ്ഡിങ് തന്നെയാണ് കൊടുക്കുന്നത്. ചെറുതായിട്ട് കൊടുത്താൽ മതി. ആദ്യം വരച്ച ആ പെറ്റൽസിൻ്റെ അകത്തും ഇതേ സെയിം ഷെയ്ഡിങ് തന്നെ കൊടുക്കുക. അതിനുശേഷം ആദ്യം വരച്ച ആ ആർച്ചിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. മെഹന്തി പേസ്റ്റ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഷെയ്ഡ് ചെയ്യണ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് ഇതുകൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യാം. ഇനി ഇതിൻ്റെ ഓരോ പെറ്റൽസിൻ്റെയും പുറത്ത് ഡാർക്കൻ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ വരച്ചു കൊടുത്ത ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ പെറ്റൽസിൻ്റെ, അത് പോകരുത്. ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ആ പേസ്റ്റ് അധികമായിട്ട് കൊടുക്കാൻ. താഴത്തേക്ക് നമ്മൾ മെഹന്തി പേസ്റ്റ് കൊണ്ട് നമ്മൾ താഴത്തേക്ക് ഒരുപാട് വലിക്കരുത്. ആ ഫ്ലവറിൻ്റെ തുമ്പ് ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഇത്രയും തിക്കണാക്കി കൊടുക്കുന്നത്. പെറ്റൽസിൻ്റെ തുമ്പ് ഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ മാത്രമേ നമ്മൾ ഡാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം അതിൻ്റെ അകത്തും ഇതേ സെയിം ഷെയ്ഡിങ് തന്നെ കൊടുക്കുക. ഷെയ്ഡിങ് ഇതിൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പെറ്റൽസിൻ്റെ ഓരോ തുമ്പ് ഭാഗത്തും കണ്ട ഒരു റാ പോലെ അല്ലെങ്കിൽ ഒരു റൗണ്ട് പോലെയൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നീട്ടി താഴേക്ക് വരക്കാം. ആ ഒരു കുനിപ്പൊരു റാ അങ്ങനത്തെയൊക്കെ ഒരു ഷേപ്പ് വന്നപോലെ കണ്ട, ആ ഭാഗത്തുനിന്ന് കുറച്ച് നമ്മൾ നീട്ടി താഴത്തേക്ക് വലിക്കാം ഷെയ്ഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് വന്നത്. അടുത്തതായിട്ട് വരക്കാൻ പോണത് ഒരു റോസ് ഫ്ലവറാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു സ്വേളാണ് വരക്കണത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു ലീഫ് പോലത്തെ ഷേപ്പ് രണ്ട് സൈഡിലേക്കും ഒരുപോലെ വരച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു ആർച്ച് വന്ന പോലെ വരച്ചു കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ആ ആർച്ചിൻ്റെ തൊട്ട് മുകളിൽ നിന്ന് രണ്ട് പെറ്റൽസ് രണ്ട് സൈഡിലേക്കും ഒരുപോലെ വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ താഴേക്കും രണ്ട് പെറ്റൽസ് വീതം വരച്ചു കൊടുക്കുക.
അതിൻ്റെ മുകളിലായിട്ട് ഒരു പെറ്റൽ കൂടി വരക്കണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇനി ചെയ്യാൻ പോണത് വലിയ പെറ്റലാണ് വരക്കണത്. അത് തൊട്ടടുത്ത ഫ്ലവറിനൊക്കെ വരച്ചതുപോലെ തന്നെ പുറത്ത് ഇതേപോലെ വരച്ചു കൊടുക്കുക. ഇപ്പോൾ റോസ് ഫ്ലവർ കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ അകത്ത് ഷെയ്ഡിങ് ആണ് ചെയ്ത് കൊടുക്കാൻ പോണത്. ഇത് സ്ട്രോക്ക് ഷെയ്ഡിങ് തന്നെയാണ്. തൊട്ടടുത്ത ഫ്ലവറിൽ വരച്ച അതേ സെയിം ഷെയ്ഡിങ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഷെയ്ഡിങ് എല്ലാ പെറ്റൽസിലും താഴത്തുനിന്ന് മുകളിലേക്കായിട്ട് കൊടുക്കുക. ഷെയ്ഡിങ് ഒക്കെ നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇതുപോലെ വരക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഈ ഫ്ലവേഴ്സൊക്കെ മിനിമം കുറഞ്ഞത് ഒരു 5 ടൈംസ് അല്ലെങ്കിൽ ഒരു 6 ടൈംസ് എങ്കിലും വരച്ച് പഠിക്കണം. എല്ലാ പെറ്റൽസും ഇതേപോലെ കംപ്ലീറ്റ് ആക്കാം. അതിനുശേഷം അതിൻ്റെ അകത്ത് വന്ന പെറ്റൽസിനകത്തും ചെറുതായിട്ട് സ്ട്രോക്ക് ഷെയ്ഡിങ് തന്നെയാണ് കൊടുക്കുന്നത്. ഇതേപോലെ ശ്രദ്ധിച്ചു കൊടുക്കണം. നമ്മൾ വരച്ചേക്കണ ലൈൻസ് ഒന്നും വിട്ടു പോകരുത്. ആ ഒരു വരക്കണേൻ്റെ അതിൽ തട്ടി ആ ഒരു ഷേപ്പ് പോകരുത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം വരക്കാനായിട്ട്. ചെറിയ പെറ്റൽസിൻ്റെ അകത്തും വരച്ചു കൊടുക്കാം. ഇനി ഓരോ പെറ്റൽസിൻ്റെയും മുകൾ ഭാഗത്തു നിന്ന് താഴ്ഭാഗത്തേക്കും ചെറിയ രീതിയിൽ സ്ട്രോക്ക് ഷെയ്ഡിങ് തന്നെ കൊടുക്കുക. ഇതിന് ശേഷം അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഓരോ പെറ്റൽസിൻ്റെയും തുമ്പുഭാഗം എത്തുമ്പോൾ പ്രഷർ കുറച്ചധികം കൊടുക്കുക. താഴ്ഭാഗത്തേക്ക് പോകുമ്പോൾ പ്രഷർ കുറച്ച് കൊടുക്കുക. പ്രഷർ കൂട്ടുക, കുറക്കുക. മുകൾ ഭാഗത്ത് കൂട്ടുക, കുറക്കുക. അതിൻ്റെ ആ ഒരു ഷേപ്പ് പോകാണ്ട് വേണം പെറ്റൽസിൽ ഡാർക്കൻ ചെയ്ത് കൊടുക്കാൻ. ഇനി ഓരോ പെറ്റൽസിൻ്റെയും മുകളിൽ നിന്ന് താഴത്തേക്ക് സ്ട്രോക്ക് ഷെയ്ഡിങ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. കഴിഞ്ഞ ഫ്ലവറിൽ ചെയ്തതുപോലെ തന്നെ ഓരോ പെറ്റൽസിൻ്റെയും മുകളിൽ നിന്ന് താഴത്തേക്ക് സ്ട്രോക്ക് ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കുക. ഷെയ്ഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ലൈനായിട്ട് ഇടരുത്. ജസ്റ്റ് ഒരു കുറച്ച് പ്രഷർ കൊടുത്തിട്ട് ആ വന്ന പേസ്റ്റിനെയാണ് നമ്മൾ താഴത്തേക്ക് വരച്ച് വെക്കണത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക്.